Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അതിനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10ഓളം വറ്റൽമുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കിലൊക്കെ പപ്പട പോലൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ സ്റ്റിക്കിലാക്കിയിട്ട് നമുക്ക് സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഈ ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുളക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുള്ള മുളകുണ്ടല്ലോ വറ്റൽമുളക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ അത്രയും പുളി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.